വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവണി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല സ്മൂത്ത് ആക്കി സോഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ചിലപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നേരെ എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് കോഫി പൗഡർ ആട്ടോ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡർ ആണ്. അപ്പോൾ ഒരു 2 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. നിങ്ങളുടെ ഫേസിന് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ 2 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. അതിലോട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ ബേസൻ പൗഡർ, അതായത് കടലമാവ്, കടലപ്പൊടി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ കടലപ്പൊടിയാണ് പിന്നെ വേണ്ടത്. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഫി പൗഡർ 2 സ്പൂൺ കോഫി പൗഡറും അതുപോലെ കടലപ്പൊടിയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വാട്ടർ, നമ്മുടെ സാധാ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലോ തൈരോ അങ്ങനെ വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാലോ തൈരോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വെള്ളം വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസി, നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലോട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളുടെ ഫേസിൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒന്നെങ്കിൽ ഒരു ഫേസ് വാഷ് വെച്ച് ക്ലീൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മുടെ ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് പാഡ് ഡ്രൈ ചെയ്യാം. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു 20 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ വെക്കുക കേട്ടോ. 20 മിനിറ്റ് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കാണ് നമ്മുടെ സ്കിന്നൊന്ന് എന്താ പറയുക ഡ്രൈ ആയിട്ട് വരില്ലേ. ഇത് കഴുകി കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ നന്നായിട്ട് വെറ്റ് ചെയ്യുക. വെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പതുക്കെ എന്ത് ചെയ്യണം, ഇത് കഴുകുന്നതിന് മുന്നേ ആയിട്ട് ലൈറ്റായിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് വെച്ചിട്ട് തന്നെ മസാജ് ചെയ്യുക. കൈ വെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് കൈ നനയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ സ്കാർസ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, കൈ വെറ്റ് ചെയ്ത ശേഷം മസാജ് ചെയ്ത് ലൈറ്റായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഈ ഒരു പാക്ക് നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. വെറും 20 മിനിറ്റ് മാത്രം വെക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 വട്ടോ 3 വട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഒരു ഗ്ലോയിങ് ആയിട്ടുണ്ടാവും, അതുപോലെ സ്മൂത്ത് ആയിട്ടുണ്ടാവും. കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോഫി അല്ലേ. കോഫി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരെന്ന് പറയുന്നത് കടലപ്പൊടിയല്ലേ. കടലപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ സ്കിന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടൊരു ഫേസ് പാക്കാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കി, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു പാക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വീക്ക്ലി ഒരു 2 അല്ലെങ്കിൽ 3 ഡേയ്സ് ഒക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഏതൊരു ഹോം റെമഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു പ്രാവശ്യം മാത്രം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലത്തേക്ക് നിൽക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്യാം. വിത്തിൻ ഒരു 1 മന്ത് കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനും ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.